മണിച്ചിത്രത്താഴ് സിനിമയില് ശോഭനയുടെ കഥാപാത്രം നാഗവല്ലി കൈയൊക്കെ പുറകിൽ കെട്ടി നടക്കുന്നത് പോലൊരു നടത്തമായിരുന്നു ഇന്നലെ കുറേ സമയം. പുലർച്ചെയൊക്കെ ആവാറായ സമയത്ത് നമ്മുടെ ജിസേൽ അതേ സെയിം രീതിയില് സാരി ഉടുത്തു കഴിഞ്ഞാൽ മറ്റേ യക്ഷിയുടെ പോലത്തെ വെള്ള സാരി ഉണ്ടല്ലോ, ആ സാധനം എടുത്ത് ഉടുത്തിട്ടാണ് ആ മുറ്റത്ത് കൂടി അങ്ങനെ തേരാപ്പാര കൈയും കെട്ടി നടക്കണേന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു യക്ഷിയുടെ ലുക്കാണ്. ആ സമയത്ത് നമ്മുടെ ബോസെണ്ണം വല്ല ചായ കുടിക്കാനോ വല്ല വെളിയിലോട്ടുള്ള ഇറങ്ങുകയാണെങ്കിൽ തീർന്നു. എന്താണെങ്കിലും ജിസേല് ഗെയിമിലേക്ക് ആക്റ്റീവായിട്ട് ഇറങ്ങി. കാര്യം അപ്പാനി ശരത്തും ടീമും ഒക്കെ ഇന്നലെ കാണിച്ചത് കുറച്ച് ഓവറൊക്കെ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും പാർട്ട് ഓഫ് ഗെയിമായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല നീക്കമായിരുന്നു. അവർക്കത് നല്ലതാണോ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം. പക്ഷേ ഒരിടത്ത് ഒതുങ്ങിക്കൂടി ഇരിക്കുകയായിരുന്നു. ഒരു സ്റ്റാർട്ടിങ് കിട്ടാനായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ ജിസേൽ. എവിടെ തുടങ്ങുമെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് ഒരു ഒരു പിടിവള്ളി പോലെ അപ്പാനി ശരത്തൻ ടീമും വന്നിട്ട് റാഗ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അത് അവർക്കൊരു അവസരമായി. ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർ നല്ല വൈസായിട്ട് യൂസ് ചെയ്തു. അതിലൂടെ ഗെയിമിലേക്ക് ആക്റ്റീവായിട്ട് ഇറങ്ങാനായിട്ട് ജിസേലിന് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ക്വാളിറ്റി കണ്ടന്റ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.